ഗുഡ് മോർണിംഗ്. മാക്സ്വെൽസ് ഇക്വേഷനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. മാക്സ്വെൽസ് ഇക്വേഷൻ നമ്മൾ ഇതിന് മുന്നേയുള്ള എല്ലാ മൊഡ്യൂളിലും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓരോ മാക്സ്വെൽസ് ഇക്വേഷനും നമ്മൾ ഓരോ മൊഡ്യൂളിൽ ഓരോ സെക്ഷനായിട്ട് തന്നെ പഠിച്ചു വന്നതാണ്. അതൊക്കെ കളക്ട് ചെയ്തൊരു ടേബിളിലാക്കിയിട്ടുണ്ട്. ആ ടേബിളാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം എന്താണ് ഇതിനു മുന്നേ ഇലക്ട്രോ മാഗ്നറ്റിക്സിലല്ലേ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും മാഗ്നറ്റോസ്റ്റാറ്റിക്സിലുള്ള റൂൾസ് തന്നെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെതായ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ട് ആ സെറ്റ് ഓഫ് ഇക്വേഷൻസിനെ മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ആദ്യം എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്നൊന്ന് നോക്കാം അല്ലേ. ആദ്യം നമ്മൾ സ്റ്റേഷനറി ചാർജിനെ പറ്റി, നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 2 മൊഡ്യൂളിൻ്റെ ഒരു ഓവർവ്യൂവും അതിൻ്റെ ആപ്ലിക്കേഷനുമാണ് നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂൾ. ആ മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു പുതിയ വേവ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. പക്ഷേ ആ വേവ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡും ഒരു മാഗ്നറ്റിക് ഫീൽഡുമാണ്. അപ്പോൾ നമുക്ക് ഈ കാര്യം നോക്കാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ്, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതായത് സ്റ്റേഷനറി ചാർജ് നമ്മൾ ആദ്യം പഠിച്ചത് കൂളോംസ് ലോ ആണ് അല്ലേ. നമ്മൾ ഈ സെക്ഷൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം പഠിച്ചിട്ടുണ്ടായത് കൂളോംസ് ലോ ആണ്. കൂളോംസ് ലോനകത്ത് നമ്മൾ എന്താണ് പറഞ്ഞത്, ഒരു ചാർജ് കൊണ്ടുണ്ടാവുന്ന 2 ചാർജുകൾ തമ്മിലുണ്ടാവുന്ന അട്രാക്ഷൻ ഫോഴ്സാണ് പറഞ്ഞത് അല്ലേ. അതിനുശേഷം നമ്മൾ ഫീൽഡിനെ പറ്റിയിട്ട് പഠിച്ചു. അതായത് ഒരു സ്റ്റേഷനറി ചാർജ്, മൂവ് ചെയ്യാത്ത സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേഷനറി ചാർജ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. മൂവ് ചെയ്യാതെ സ്റ്റേഷനറി ആയിട്ട് അനങ്ങാതെ നിൽക്കുന്ന ഒരു ചാർജ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. എഗെയിൻ നമ്മൾ തേർഡ് മൊഡ്യൂളിലെത്തി. ഇപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു, മാഗ്നറ്റിക്സിനെ പറ്റി പഠിച്ചു അല്ലേ. മാഗ്നറ്റോസ്റ്റാറ്റിക്സിനെ പറ്റി പഠിച്ചു. മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ് ഫോം ചെയ്യാൻ കാരണമായിട്ടുള്ളത് എന്തായിരുന്നു, ഒരു കറണ്ട് എലമെൻ്റ് ആയിരുന്നു അല്ലേ. കറണ്ട് എലമെൻറ്റ്, അതായത് സ്റ്റഡി കറണ്ട് ഫോംസ് മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ്. എന്താണ് സ്റ്റഡി കറണ്ട്? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കറണ്ട് ഫ്ലോ, അത് ചേഞ്ച് ചെയ്യില്ല, ടൈമിനനുസരിച്ച് വാരി ചെയ്യില്ല. ഇപ്പം 2 ആമ്പിയർ ആണെങ്കിൽ 2 ആമ്പിയർ തന്നെ, ടൈമിനനുസരിച്ചിട്ട് വാരി ചെയ്യില്ല. അങ്ങനെ ഉള്ള ഒരു കറണ്ട്, സ്റ്റഡി കറണ്ട് എന്ത് ഫീൽഡാണ് ഫോം ചെയ്യുന്നത്, മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ്. അതിന് ചുറ്റും ഒരു മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ്, അത് ഏത് കണ്ടക്ടറിലൂടെയാണോ ഫ്ലോ ചെയ്യുന്നത് ആ കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേഷനറി ചാർജ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡും സ്റ്റഡി കറണ്ട് മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡും ഫോം ചെയ്യും. ഇനി നമുക്ക് ടൈം വാരിയിങ് കറണ്ട് എന്ന് ഞാനിപ്പോൾ പറഞ്ഞു. സ്റ്റഡി കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 1 ആമ്പിയർ ആണെങ്കിൽ 1 ആമ്പിയർ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. ഓഫ് ചെയ്താൽ 1 ആമ്പിയർ അങ്ങ് പോകും. ഇതങ്ങനെയല്ല. ടൈം വാരിയിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ചിട്ട് വാരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് ആദ്യം ഒരു 1 ആമ്പിയർ, പിന്നെ ഒരു 2 ആമ്പിയർ, പിന്നെ ഒരു 3 ആമ്പിയർ, അത് കഴിഞ്ഞ് പിന്നെയും 2 ആമ്പിയർ, പിന്നെ 1 ആമ്പിയർ, പിന്നെ 0, അങ്ങനെ വാരി ചെയ്തു. അങ്ങനെ തന്നെ വാരി ചെയ്യണമെന്നില്ല, അതിനിഷ്ടമുള്ള രീതിയിൽ അത് വാരി ചെയ്യും. അങ്ങനെ ടൈം വാരിയിങ് കറണ്ട് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കറണ്ട് വാരീസ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. അതാണ് ടൈം വാരിയിങ് കറണ്ട് വാരീസ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. അപ്പോൾ ഇതാണ് ടൈം വാരിയിങ് കറണ്ട്. ടൈം വാരിയിങ് കറണ്ട് ഫോം ചെയ്യുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ഫിസിക്സോ പഠിക്കാൻ തുടങ്ങിയ ആദ്യം മുതലേ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്താണെന്ന്. നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസും ഒക്കെ TV ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്മിഷൻ യൂസ് ചെയ്തിട്ടും അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഒക്കെ ഇവിടെ നിന്നാണ് എമേർജ് ചെയ്യുന്നത്. ഡാറ്റ ട്രാൻസ്മിഷൻ്റെ ഒക്കെ ബേസിക് പ്രിൻസിപ്പിൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡും വേവ്സും ആണ് അല്ലേ. ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടി നമ്മൾ ആദ്യം മുതലേ യൂസ് ചെയ്തിട്ടുള്ള വേവാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ ഇത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. അതായത് ടൈം വാരിയിങ് കറണ്ട് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് വേവ് എന്ന് നോക്കണം അല്ലേ. നമുക്കറിയാം വേവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിത്രം വരയ്ക്കാൻ പണ്ടേ അറിയാം. ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിരിക്കും, മാഗ്നറ്റിക് ഫീൽഡും അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. രണ്ടിൻ്റെയും പെർപെൻഡിക്കുലർ ആയിരിക്കും അതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ. അതായത് 2 ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ
എക്സ് ആക്സിസിൽ നിങ്ങൾക്കിപ്പോൾ 3D ഇമാജിൻ ചെയ്യാൻ പറ്റണം. നിങ്ങൾ ഇത്രയും ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ അത് 3D ആയിട്ട് മനസ്സിൽ കാണാൻ നിങ്ങൾക്ക് പറ്റണം. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും ഒരു സെഡ് ആക്സിസും ഉണ്ട്. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസിലും മാഗ്നറ്റിക് ഫീൽഡ് വൈ ആക്സിസിലും ആണെങ്കിൽ നമ്മളെ വേവ് സെഡ് ആക്സിസിലാണ് മൂവ് ചെയ്യുക. രണ്ടിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് വേവ്സിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നിങ്ങൾക്ക് പറയാനുള്ളത്. നമുക്ക് വേവിൻ്റെ കാര്യം ഇനി നമുക്ക് അടുത്തതിലും നോക്കാനുണ്ട്. അതിന് മുന്നേ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. നമ്മൾ ഇതിന് മുന്നേ മാക്സ്വെൽസ് ഇക്വേഷൻ പറഞ്ഞു അല്ലേ? ഫാരഡേസ് ലോവും പഠിച്ചു. മാക്സ്വെൽസ് ഇക്വേഷനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു. നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷൻ ഒന്ന് സമ്മപ്പ് ചെയ്യാം. മാക്സ്വെൽസ് ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, എന്നാലും നമുക്കൊന്ന് സമ്മപ്പ് ചെയ്തിട്ട് പറയാം. ചോദിക്കും, ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാക്സ്വെൽസ് ഇക്വേഷനെങ്കിലും ചോദിക്കാതെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക്സ് തിയറിയുടെ എക്സാം കടന്നു പോയിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഇത് നോക്കണം. മാക്സ്വെൽസ് ഇക്വേഷൻ്റെ ഫസ്റ്റ് ഇത് ഡിഫറൻഷ്യൽ ഫോമും ഇത് ഇൻ്റഗ്രൽ ഫോമുമാണ്. ഡിഫറൻഷ്യൽ ഫോം എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ വി. അതെന്താണ്? ഗോസ് ലോ ആണ്. അതിൻ്റെ ഇൻ്റഗ്രൽ ഫോം എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ഓപ്പൺ വോളിയം ഇൻ്റഗ്രൽ റോ വി ഡി വി. ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ഓപ്പൺ വോളിയം ഇൻ്റഗ്രൽ റോ വി ഡി വി. ഇനി ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. അത് നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ചാർജ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നോൺ എക്സിസ്റ്റൻസ്. സോ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓരോ സ്ഥലത്ത് പഠിക്കുമ്പോൾ ആ സ്ഥലത്ത് ഇതൊരു മാക്സ്വെൽസ് ഇക്വേഷൻ ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 0 അതാണ്. അപ്പോൾ നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ചാർജ്. നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ചാർജ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ നോക്കിയിട്ടുള്ളതാണ്. ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 0. അതായത് മാഗ്നറ്റിക് പോളിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും പോസിറ്റീവും നെഗറ്റീവും കൂടിയിട്ട് 0 ആയിരിക്കും. അതാണ് ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0. ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് രണ്ടും കൊണ്ടുണ്ടാകുന്ന ഫ്ലക്സ്, നോർത്ത് പോളും സൗത്ത് പോളും കൊണ്ടുണ്ടാകുന്ന ഫ്ലക്സിൻ്റെ സമ്മേഷൻ, അതായത് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 0. അതിന് നമ്മൾ വേറൊരു പേരും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോസ് ലോ ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടെണ്ണം നമുക്ക് ഓൾറെഡി ഗോസ് ലോ ആണ്. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ് ഫോമും ഇൻ്റഗ്രൽ ഫോമും പഠിക്കണം. രണ്ടും പഠിക്കണം. രണ്ടും ഏതെങ്കിലും ഒന്ന് ചോദിക്കും. ചിലപ്പോൾ ഡിഫറൻഷ്യൽ ഫോം ഏതാണ്, ഇൻ്റഗ്രൽ ഫോം ഏതാണെന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് എഴുതാൻ പറ്റണം. അപ്പോൾ രണ്ടും നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ ടേബിൾ അങ്ങനെ തന്നെ നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് പഠിക്കുന്ന ബുക്കിൻ്റെ ബാക്കിലല്ലേ ചുവരുകളൊക്കെ എഴുതി ഒട്ടിക്കുന്നത് നല്ലതാണെന്ന് വെച്ചാൽ ഓർമ്മയുണ്ടാവും പെട്ടെന്ന്. പിന്നെ ഇത് മറന്നും പോകാൻ എളുപ്പമാണ് കേട്ടോ. ഇത് ഒന്നിപ്പോൾ നമുക്ക് ബി ഡോട്ട് ഡി എസ് ആണോ ഇ ഡോട്ട് ഡി എസ് ആണോ എന്നൊക്കെ എപ്പോഴും കൺഫ്യൂഷനായിരിക്കും. ഇനി ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. അതെന്താണ്? നമ്മുടെ ഫാരഡേസ് ലോ ആണ്. ഫാരഡേസ് ലോയുടെ ഫോമാണിത്. ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് ബി ഡോട്ട് ഡി എസ്. അതും അതിൻ്റെ ഇൻ്റഗ്രൽ ഫോമാണ്. ഫാരഡേസ് ലോ ആണ് മൂന്നാമത്തെ മാക്സ്വെൽസ് ഇക്വേഷൻ. ഇനി ലാസ്റ്റ് എത്തത് ആംബിയർ സർക്യൂട്ടൽ ലോ. ആ ആംബിയർ സർക്യൂട്ടൽ ലോയിലാണ് നമ്മുടെ മാക്സ്വെൽ കുറച്ച് ചേഞ്ചൊക്കെ വരുത്തിയത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻകൺസിസ്റ്റൻസി ഓഫ് ആംബിയസ് സർക്യൂട്ടൽ ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇൻകൺസിസ്റ്റൻസി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ മാക്സ്വെൽ ഒരു ടേമും കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആംബിയസ് സർക്യൂട്ടൽ ലോ എന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് മാക്സ്വെലിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടി ആഡ് ചെയ്തിട്ട്, അതായത് ഡോ ഡി ബൈ ഡോ ടി എന്ന് പറയുന്ന കാര്യം കൂടി മാക്സ്വെൽ ആഡ് ചെയ്തിട്ട് അതാണ് മാക്സ്വെൽസ് ഇക്വേഷനിൽ എടുത്തിട്ടുള്ളത്. അതായത് ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ഓപ്പൺ സർഫസ് ഇൻ്റഗ്രൽ ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി ഡോട്ട് ഡി എസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ആദ്യത്തേത് ഗോസ് ലോ ആണ്. രണ്ടാമത്തേത് ഗോസ് ലോ ഓഫ് മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡാണ്.
മൂന്നാമത്തത് ഫാരഡേസ് ലോ, നാലാമത്തത് ആംബിയസ് ലോ. മൂന്നാമത്തതിന് നമുക്ക് ഒരു പേരും കൂടി പറയാം, എന്താണ്? നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഐസൊലേറ്റഡ് ചാർജ്. അപ്പോൾ നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. ഓരോന്നും നമ്മൾ ഓരോ കോണ്ടസ്റ്റിൽ പഠിക്കുമ്പോൾ ഇതൊരു മാക്സ്വെൽസ് ഇക്വേഷനാണ് ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് നോക്കിയാണ് ഇത് എടുത്തിട്ടുള്ളത്. ഈ ലാസ്റ്റിലെത്തത് ഫാരഡേസ് ലോ, തേർഡ് വൺ ഫാരഡേസ് ലോ ആണ്. ലാസ്റ്റിലെത്തത് നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇൻകൺസിസ്റ്റൻസി ഓഫ് ആംബിയസ് സർക്യൂട്ടൽ ലോ. ഇൻകൺസിസ്റ്റൻസി ചേഞ്ച് ചെയ്ത് ആംബിയസ് സർക്യൂട്ട് ലോ മാക്സ്വെൽ മോഡിഫൈ ചെയ്തിട്ടാണ് ഈ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. എന്താണെന്ന് വെച്ചാൽ ആണിക്കല്ല് അങ്ങനെ പറയാം നമുക്ക്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വേവ്സിൻ്റെ ക്യാരക്ടറും ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ സ്ഥലത്തും നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻസ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തന്നെ ഈ ഓരോ ലോവും പഠിക്കാനാണ്. അത് നിങ്ങൾക്ക് ഈ ലോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് ലോ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചു, സെക്കൻഡ് ലോ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചു, തേർഡ് ലോ തേർഡ് മൊഡ്യൂളിൽ പഠിച്ചു, തേർഡ് ലോവും ഫോർത്ത് ലോവും ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞത് നിങ്ങളെ ബേസിക്സ് മാത്തമാറ്റിക്സിൻ്റെ ബേസിക്സ് പഠിപ്പിക്കുന്ന മൊഡ്യൂളല്ല, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ മൊഡ്യൂളാണ് ശരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയുടെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാക്സ്വെൽസ് ഇക്വേഷനിലുള്ളത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം, ടൈം ഹാർമോണിക് ഫീൽഡ്. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, വാട്ട് ഈസ് ടൈം ഹാർമോണിക് ഫീൽഡ്. അപ്പോൾ നമുക്ക് അറിയായിരിക്കും അല്ലേ, ടൈം ഹാർമോണിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ടൈമിനനുസരിച്ച് ഹാർമോണിക്കായിട്ട് മൂവ് ചെയ്യുന്ന, അങ്ങനെയാണ് ടൈം ഹാർമോണിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. അതെങ്ങനെ എഴുതുക? കഴിഞ്ഞ പ്രാവശ്യം 1 വേർഡ് ആയിരുന്നു എന്നൊന്ന് ചോദിച്ചത്, 1 വേർഡായിട്ടല്ല 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പം ടൈം ഹാർമോണിക് ഫീൽഡ് ഈസ് വൺ ദാറ്റ് വാരീസ് പീരിയോഡിക്കലി ഓർ സൈനുസോയിഡലി വിത്ത് ടൈം. പീരിയോഡിക്കലി ഓർ സൈനുസോയിഡലി വിത്ത് ടൈം, അതാണ് ടൈം ഹാർമോണിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ഫീൽഡ് വാരി ചെയ്യുന്നത് ഹാർമോണിക്കലിയാണ്, അതായത് പീരിയോഡിക്കലി ഓർ സൈനുസോയിഡലി ആണ് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നത്. ഇനി ടൈം ഹാർമോണിക് മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. അതായത് ടൈം അസ്യൂമിങ് ടൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ e⁻j⍵t ഇതാണ് ടൈം ഫാക്ടർ. ഈ ടൈം ഫാക്ടറിനെ നമ്മുടെ മാക്സ്വെല്ലിൻ്റെ ഇക്വേഷനിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻസാണ് ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസ്. അതായത് ഡെൽ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ ടൈം ഹാർമോണിക് ഫീൽഡിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. റോ വി എസ് ഡെൽ ഡോട്ട് ബി എസ് ഇസ് ഈക്വൽ ടു 0, del cross E S is equal to minus j⍵BS, del cross HS is equal to JS plus j⍵DS. അഗൈൻ ഇൻ്റഗ്രൽ ഫോംസും നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എന്താണ്, ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ DS ഡോട്ട് DS is equal to ഓപ്പൺ വോളിയം ഇൻ്റഗ്രൽ റോ വി എസ് ഇൻറ്റു ഡി വി. അതുപോലെ തന്നെ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ B ഡോട്ട് DS is equal to 0. ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ES ഡോട്ട് DL is equal to മൈനസ് j⍵. ഓപ്പൺ സർഫസ് ഇൻ്റഗ്രൽ B ഡോട്ട് DS. ഇനി ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ H ഡോട്ട് DL is equal to ഓപ്പൺ സർഫസ് ഇൻ്റഗ്രൽ JS പ്ലസ് j⍵DS ഇൻറ്റു DS. അതാണ് നമ്മുടെ ടൈം ഹാർമോണി. ഇനി അങ്ങനെ ചോദിച്ചാൽ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അങ്ങനെയും കൂടി നിങ്ങളൊന്ന് എഴുതി വെക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതും കൂടി തന്നിട്ടുള്ളത്. നിങ്ങളത് മറ്റേ ഇക്വേഷൻ തന്നെയാണ്, അതിൻ്റെ അകത്ത് ടൈം ഹാർമോണിക് ഫാക്ടർ എങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത് നിങ്ങൾ തൽക്കാലത്തേക്ക് നോക്കണ്ട. ഇതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്, ആ ഡെറിവേഷൻ ചോദിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് പറയുന്നില്ല. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ലാസ്റ്റ് പറയാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട് സെൻഡ് ചെയ്ത് തരാം വാട്സാപ്പിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാക്സ്വെൽസ് ഇക്വേഷനിലുള്ളത്. 2 സെറ്റ് ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ച് വെക്കുക. ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ ഓരോ മൊഡ്യൂളിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് ലാസ്റ്റ് മൊഡ്യൂളിൽ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ക്രോഡീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബൈ ഹാർട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി തന്നെ പഠിക്കാം. ആദ്യം ആ ഗോസ് ലോ ഒക്കെ നമ്മൾ പല സ്ഥലത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഗോസ് ലോ എന്നെല്ലാം പറഞ്ഞാൽ നിങ്ങൾ അത്രക്കും പഠിച്ചു, അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ പഠിച്ചു, 3-4 ആപ്ലിക്കേഷൻസും ഒക്കെ പഠിച്ചു. എന്നിട്ടും ഗോസ് ലോ അറിയാൻ പറ്റുന്നില്ല, പിന്നെ അങ്ങനെയെങ്കിലും
എന്താണ് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ടേബിളിനകത്ത് നിങ്ങൾ ആദ്യം ഗോസ് ലോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, പിന്നെ ഫാരഡേസ് ലോ, ആംബിയർ സർക്യൂട്ടൽ ലോ. ഇതാണ് മാക്സ്വെല്ലിൻ്റെ 4 ഇക്വേഷൻസ്. അങ്ങനെ അതിനകത്ത് ആംബിയർ സർക്യൂട്ടൽ ലോ ആണ് ലാസ്റ്റ് ഉള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മാക്സ്വെൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അല്ലേ. അതിനകത്ത് എന്ത് ചേഞ്ചാണ് വരുത്തിയത്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഒരു പോർഷൻ കൂടി മാക്സ്വെൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക, ഇത് നോട്ടിൽ എഴുതി വെക്കുക. ഓക്കെ, താങ്ക് യു.